ഇത് 1980, 82, 87, 91 ഇലക്ഷനിലാണ് ഞാൻ മത്സരിച്ചത്. പക്ഷേ ഇത്രയേറെ അക്രമം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ സത്യത്തിൽ ഒരു സമയത്ത് പോലും CPIMന് കേരളം ഭരിക്കാനുള്ള അവസ്ഥ ഇല്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും 3 ബൂത്തിലെ വോട്ട് കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ തന്നെയാണോ നേരിടുന്നത് എന്നാണോ തോന്നുന്നത്? ഇപ്പം ഇവിടുത്തെ അമ്പലപ്പുഴയിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ വീക്ഷിക്കുമ്പോൾ ഞങ്ങളൊരു നിവേദനം കൊടുത്താൽ ആ നിവേദനം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും ചെയ്യാറല്ല. പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ, ഇദ്ദേഹം ഞങ്ങളുടെ MLA മന്ത്രിയുമായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ മണൽ വാരുകയാണ്. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു കാരണം അതുണ്ടായ കേരളത്തിൻ്റെ നാശമായി 6 ലക്ഷം കോടി രൂപ കടം. ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. ശരിയായ ജനാധിപത്യ മാർഗത്തിലൂടെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വരാനുള്ള ഒരു സാധ്യതയും. നമസ്തേ. മുൻ MLAയും അഖില കേരള തീവ്രസഭയുടെ ജനറൽ സെക്രട്ടറിയുമായ V ദിനകരനാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. നമസ്കാരം. തിരഞ്ഞെടുപ്പുകളിലെ കൃത്രിമത്വം വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ചേട്ടന്റെ പേര് പറയാതെ പോകാൻ സാധിക്കില്ല. കാരണം 2 തവണ MLA ആയിരുന്നു. പക്ഷെ പിന്നീട് 2 തവണ മത്സരിച്ചപ്പോൾ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈ 4 തവണയും കൃത്യമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിൽ അവർ കാണിക്കുന്ന മറിമായങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ്. എങ്ങനെയാണ് ആ കാലത്തെ ഓർത്തെടുക്കുന്നത്? എന്തായിരുന്നു അവിടെ നേരിട്ട അനുഭവങ്ങൾ? 1980, 82, 87, 91 ഇലക്ഷനിലാണ് ഞാൻ മത്സരിച്ചത്. പക്ഷേ ഇത്രയേറെ അക്രമം നടന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടോ എന്ന് സംശയമാണ്. ഒരു മാധ്യമം പോലും അതിനെ സംബന്ധിച്ചൊരു വാർത്ത കൊടുക്കാൻ തയ്യാറായി. അന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങളില്ല, പത്രമാധ്യമങ്ങളേ ഉള്ളൂ, അച്ചടി മാധ്യമങ്ങളേ ഉള്ളൂ. 1900 CPMനെ പറ്റി പറഞ്ഞാൽ അവർ സാധാരണ ഇലക്ഷൻ ഞങ്ങളൊക്കെ തയ്യാറെടുക്കുമ്പോൾ എങ്ങനെ ജനങ്ങളെ സമീപിക്കണം, അവരെങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും, നമ്മുടെ ഇഷ്യൂസ് എന്താണ്, ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അവരാദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ബൂത്തിൽ എത്ര കള്ളവോട്ട് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഏതെല്ലാം ബൂത്തിൽ കൂടുതലായിട്ട് ബലപ്രയോഗത്തിലോ സ്വാധീനിച്ചോ സമ്മർദ്ദം മൂലമോ ചെയ്യാൻ സാധിക്കും, ഇതവരുടെ കണക്കൂട്ടില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ സത്യത്തിൽ ഒരു സമയത്ത് പോലും CPIMന് കേരളം ഭരിക്കാനുള്ള അവസ്ഥ ഇല്ല. അവർ കാണിക്കുന്ന ഈ കള്ളവോട്ട്, അതുപോലെ ഇലക്ഷൻ ഏജൻസിനെ മർദ്ദിക്കുക, വരുന്ന ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാക്കുക, ബൂത്ത് പിടിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഞാൻ ഈ ബൂത്ത് പിടുത്തത്തെ പറ്റി 91 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കേസ് കൊടുത്തപ്പോൾ അന്ന് ബെഞ്ചിലുണ്ടായിരുന്ന ജഡ്ജി എന്നോട് അന്ന് പറഞ്ഞത്, ബീഹാറിലും പഞ്ചാബിലൊക്കെ ബൂത്ത് പിടുത്തം നടത്തുന്നുണ്ട്, പിന്നെ കേരളത്തിൽ എന്താ പ്രത്യേകത? അപ്പോൾ എൻ്റെ മെയിൻ പ്രേയർ അതായിരുന്നു, ബൂത്ത് പിടുത്തമാണ്. 1980 ഞാൻ ശ്രീ PK ചന്ദ്രനാഥനുമായിട്ടാണ് മത്സരിച്ചത്. ഞാൻ കന്നിക്കാരനായിരുന്നു. അന്ന് കോൺഗ്രസ്സിലെ ഒരു ഭാഗവും കേരള കോൺഗ്രസും ഒക്കെ LDFൻ്റെ കൂടെ നിൽക്കുന്ന സമയത്താണ്. പക്ഷെ ആ പ്രാവശ്യം അമ്പലപ്പുഴ മണ്ഡലത്തിൽ 6 പഞ്ചായത്താണ് ഉള്ളത്. പുന്നപ്ര, അമ്പലപ്പുഴ, പുറക്കാട്, തകഴി, നെടുമുടി, കൈനകരി. ഇന്നാണ് പുന്നപ്ര 2ആയി, അമ്പലപ്പുഴ 2ആയും ഒക്കെ വന്നത്. നെടുമുടിയും തകഴിയും കൈനകരിയും ഇപ്പോൾ കുട്ടനാട് മണ്ഡലത്തിലാണ് മാറിയിരിക്കുന്നത്. അന്ന് 6 പഞ്ചായത്താണ്. കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ യാത്രാ സൗകര്യം വളരെ കുറവാണ്. നെടുമുടിയിലേക്ക് നമുക്ക് പിന്നെയും പോകാം, പക്ഷെ കൈനഗിരി എന്ന് പറയുന്ന പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു പൂഴിയിട്ട റോഡ് പോലുള്ള ഞാൻ MLA ആകുമ്പോൾ ഉള്ള സ്ഥലമല്ലായിരുന്നു. അപ്പോൾ യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഈ ഇലക്ഷൻ പ്രചരണത്തിന് ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്നവരൊക്കെ ആക്ഷേപിക്കാറുണ്ട്. ആക്ഷേപിക്കുന്നത് മാത്രമല്ല, അവരെ കായികമായിട്ട് നേരിടാനുള്ള എല്ലാ ശ്രമവും അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ 1980 തിരഞ്ഞെടുപ്പിന് ചെന്ന അവസരത്തിൽ എനിക്കിതൊക്കെ അറിയാം, ഇവരുടെ പ്രവർത്തനം ഉണ്ടെന്നറിയാം. അത് കാരണം എന്ത് പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചാലും നമ്മൾ വളരെ സൗഹൃദമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആ രീതിയിലാണ് പോയത്. പക്ഷെ എന്നിട്ട് പോലും
ഈ ഇലക്ഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അന്ന് ഈ പിന്നെ തോട്ടിലൊക്കെ പായൽ തിങ്ങി കിടക്കുക. ഈ ബോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പായൽ മാറ്റി മാറ്റി വേണം പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് ചെല്ലുമ്പോൾ കുറച്ച് പേരുന്നുകൊണ്ട് ഈ തുണി കൊണ്ട് ഇങ്ങനെ ആട്ടി ആട്ടി വിളിക്കുക ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സ്വീകരണം തരാനാണെന്ന് വിചാരിച്ചാൽ ഞങ്ങളങ്ങോട്ട് ചെന്നത്. ഞങ്ങളങ്ങോട്ട് ചെന്ന അവസരത്തിൽ കട്ട വലിച്ച് 4 വർഷം ഏറായിരുന്നു. പിന്നെ ഞങ്ങളുടെ സമാപന സമ്മേളനം ആയപ്പോഴേ സമാപന സമ്മേളന സ്ഥലത്തേക്ക് ബോട്ട് വന്ന് കയറുന്ന അവസരത്തിൽ അവർ ടച്ച് ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ 4 വർഷത്തിന് ഏറെ. അപ്പോൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളാണ്. പിന്നെ അവിടെ ഇലക്ഷൻ പ്രചരണത്തിന് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഒരു ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമമാണോ കൈനഗിരി? അതെ, അത് കൈനഗിരി ഒരു പാർട്ടി ഗ്രാമം തന്നെയാണ്. ഇപ്പോൾ തെക്കൻ കേരളത്തിൽ നോക്കിയാൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത് കൈനഗിരി പഞ്ചായത്താണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുമരകം ഭാഗത്ത്, കുമരകം കൈനഗിരിയും കുമരകവും തമ്മിൽ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ 1980 6 പഞ്ചായത്തിൽ 5 പഞ്ചായത്തിൽ എനിക്ക് ലീഡാണ് 80. പക്ഷേ അത് 254 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഈ 5 പഞ്ചായത്തിൽ. കൈനഗിരി ചെന്നപ്പോൾ ഞാൻ 3125 വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞാൽ അവിടെ ബൂത്തിൽ ഏജൻറ്റിനെ ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഏജൻറ്റുമാർ തലേ ദിവസം എന്ന് പറയും പോരെന്ന് പറയും, പോയാൽ പ്രശ്നമാകുമെന്ന് പറയും. അത് വന്നാലോ ബൂത്തിൽ അവർ കയറ്റത്തില്ല, അടിച്ചിറക്കും അവർ. പിന്നെ ഇലക്ഷൻ ഞാനിപ്പോൾ ഈ യാത്രാ സൗകര്യം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ മറ്റ് പഞ്ചായത്തുകളിലാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ചീഫ് ഏജൻറ്റിനെ അങ്ങനെയുള്ള പ്രവർത്തകർ വിടുന്നത്. ചീഫ് ഏജൻറ്റ് എന്ന് കഴിഞ്ഞാൽ ആ ബൂത്തിൽ കയറാനുള്ള ഒരവസരം പോലും ഉണ്ടാകത്തില്ല. അങ്ങനെ ആണ് ഞാൻ പിന്നെ 80 ഇലക്ഷന് തോറ്റത്, 3000. രണ്ടാമത്തെ പ്രാവശ്യമായപ്പോൾ 4800 വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നു എനിക്ക് 5 പഞ്ചായത്തിൽ. ആ 4800 വോട്ടുമായിട്ട് അവിടെ ചെന്നപ്പോൾ 1885 വോട്ടിനാണ് ഞാൻ ജയിച്ചത്. അപ്പോൾ അത്രയും വോട്ട് കൈനഗിരി കൊണ്ട് കുറഞ്ഞു. അന്ന് എതിർപക്ഷത്താരായിരുന്നു? അന്നും PKC ആയിരുന്നു. PKC ആദ്യം ഞാനുമായിട്ട് മത്സരിച്ച് അദ്ദേഹം ജയിച്ചു, രണ്ടാമത് ഞാൻ ജയിച്ചു. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സുധാകരനായിരുന്നു. ജി സുധാകരനായിട്ട് മത്സരിച്ച അവസരത്തിൽ അവിടെ പിന്നെ ഈ 5 പഞ്ചായത്തിലും കൂടി 3800 വോട്ടിന് ലീഡുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അത് 124 വോട്ടിൻ്റെ ലീഡിലാണ് ഞാൻ ജയിച്ചു വന്നത്. 91 കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും 3 ബൂത്തിലെ വോട്ട് കൗണ്ട് ചെയ്തിട്ടില്ല. കാരണം അന്ന് ഇലക്ഷൻ കമ്മീഷനായിരുന്ന സ്റ്റേഷൻ ഒരു ഉത്തരവിട്ടിരുന്നു, ഒരു ബൂത്തിൽ 90% കൂടുതൽ വോട്ട് പോൾ ചെയ്യുകയും അതിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 90%-ലധികം വോട്ട് കിട്ടുകയാണെങ്കിൽ ആ വോട്ട് കൗണ്ട് ചെയ്യേണ്ട, അസാധുവാകും, കൗണ്ട് ചെയ്യുന്നു. അങ്ങനെ കൈനഗിരിയിൽ എണ്ണി വന്നപ്പോൾ 3 ബൂത്തിൽ എബോവ് 90% അവർക്ക് കിട്ടിയത്. നമുക്ക് കിട്ടിയതല്ല, അവർക്ക് കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ആ 3 ബൂത്ത് മാറ്റി വെച്ചു. ബാക്കി എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾ ഈ കൗണ്ട് ചെയ്യുന്നപ്പോൾ തന്നെ ഈ ഓർഡർ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ കൂടുതൽ ബാർഗനിങ് ഒന്നും പോയില്ല. കാരണം എബോവ് 90 വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമല്ലോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ബൂത്തിലെന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 90 and 85 ഒരു ബൂത്തിൽ പോലും ബിലോ 80 വന്നിട്ടില്ല. ആ ഇലക്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 91 വെള്ളപ്പൊക്കമായിരുന്നല്ലോ. വെള്ളപ്പൊക്ക സമയമായതുകൊണ്ട് വക്കം പുരുഷോത്തമൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി, ഞാൻ അസംബ്ലി സ്ഥാനാർത്ഥി. അപ്പോൾ വെള്ളപ്പൊക്കമായതുകൊണ്ട് ആ ഇലക്ഷൻ മാറ്റിവെക്കണമെന്ന് വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ വക്കം പുരുഷോത്തമൻ പറഞ്ഞത് എല്ലാം മാറ്റിവെക്കേണ്ട. അദ്ദേഹം വിചാരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കേന്ദ്രത്തിൽ മന്ത്രിയാകാം, സത്യപ്രതിജ്ഞ ചെയ്യാമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ആ നിലപാടെടുത്തത്. പക്ഷേ അവിടെ ആ 91 ഞങ്ങളുടെ ചീഫ് ഏജൻറ്റ് അവിടെ ചെന്നിട്ട് ബൂത്തിൽ കയറ്റിയില്ലെന്ന് മാത്രമല്ല, രാത്രി 1 മണിയായപ്പോഴാണ് ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങോട്ട് കയറാൻ പറ്റിയില്ല, കയറ്റാൻ സമ്മതിച്ചില്ല, ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു സ്പീഡ് ബോട്ടിൽ പോയതാണ്, ഒരു സ്ഥലത്ത് ഞങ്ങൾ രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു 1 മണി കഴിഞ്ഞപ്പോൾ. പിന്നെ ബൂത്തിലിരിക്കുന്നവരെ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കൈനഗിരി പോലെയുള്ള പുന്നപ്പുറയുണ്ട്, കുറേ ഉണ്ട് പുന്നപ്പുറയുണ്ട്, അമ്പലപ്പുഴ, ഇപ്പോഴത്തെ അമ്പലപ്പുഴ പഞ്ചായത്തിൽ കുറേ ഭാഗമുണ്ട്. ഇത് അടികൊണ്ട് ആശുപത്രി കിടക്കുന്നവരെ ഇറക്കിക്കൊണ്ടുവരുന്ന പരിപാടിയാണ് ഉള്ളത്.
ഒരു പ്രാവശ്യം ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പിന്നെ മെഡിക്കൽ കോളേജിലെ ഒരു ബൂത്തായിരുന്നു. അവിടെ ഇരുന്ന് ആൾക്കാരെ ഇറക്കുന്നില്ല. അന്ന് നമ്മുടെ പിന്നെ ഇപ്പോൾ പിന്നെ അന്ന് ACP ആയിരുന്നത് തച്ചങ്കരിയായിരുന്നു. ഞാൻ തച്ചങ്കരിയുടെ ഓഫീസിൽ ആലപ്പുഴ ബോട്ടിയിട്ടില്ല. ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ വാതിൽക്ക് മാറി വട്ടം കിടന്നു. കാരണം അവർ ഇറക്കാൻ സമ്മതിക്കുന്നില്ല. ഒടുവിൽ തച്ചങ്കരി എന്നെ കൂടെ കൊണ്ടുപോയാണ് അവരെ ഇറക്കിക്കൊണ്ട് വന്നത്. ഈ രീതിയിൽ ചെല്ലുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു പറയും വെള്ളക്കെട്ടാണ്, തിരിച്ചു പോകണോ, ഈ രീതിയിലുള്ള ഭീഷണിയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്ത്രീകളൊക്കെ ആണല്ലോ, അവരാകപ്പാട് വേഗം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവർ മൂകസാക്ഷികളായിട്ടിരിക്കും എന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ അവിടെ കയറി ഇപ്പം നമ്മളിപ്പോൾ പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഒരാൾ തന്നെ കയറി എന്നോട് കുത്തി ഇടുന്ന പരിപാടിയാണ്. ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതകളുണ്ട് എന്ന് മാത്രമാണ് പറയാറുള്ളത്. പക്ഷെ ഇത് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. ഞാനൊരു രക്തസാക്ഷിയാണല്ലോ. 2 പ്രാവശ്യം രാഷ്ട്രീയമായിട്ടുള്ള ഞാനൊരു രക്തസാക്ഷിയാണ്. ആ 2 ഇലക്ഷൻ ഞാൻ തോക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം 5 പഞ്ചായത്ത് ഞാൻ ജയിച്ചു. ഏറ്റവും കുറവ് വോട്ടുള്ള ഈ കൈനേരി എന്ന് പറയുന്ന പഞ്ചായത്ത് കൊണ്ടാണ് 2 പ്രാവശ്യവും തോറ്റത്. 2 പ്രാവശ്യത്തെ എൻ്റെ ലീഡ് കുറഞ്ഞതും ഈ കൈനേരി എന്ന് പറയുന്ന ഒറ്റ പഞ്ചായത്ത് കൊണ്ടാണ്. മറ്റു സ്ഥലത്തില്ല എന്നില്ല, അവിടെയും ഉണ്ട് ഈ പരിപാടിയൊക്കെ ഉണ്ട്. അവരെ പറഞ്ഞാലേ ഒരു മിനിമം പരിപാടിയുണ്ട്. ഇലക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇത്ര കള്ള വോട്ട് ഒരു ബൂത്തിൽ ചെയ്തിരിക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ വോട്ടിംഗ് വിവാദമൊക്കെ വന്നതിന് ശേഷം പലരും ചോദിക്കുന്നു, മുഖ്യമന്ത്രി എന്താ അനങ്ങാത്തത്, CPM എന്താ അനങ്ങാത്തത്? അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഇത് വന്നുടനെ ഞാൻ ഇതിനെപ്പറ്റി എഴുതി. ഈ വിവാദമായി ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ ബൂത്ത് പിടുത്തത്തെപ്പറ്റി ഞാനൊരു ലേഖനം പോലെ തന്നെ എഴുതി. അപ്പോൾ അത് വന്നപ്പോൾ അവർക്കൊരു മറുപടി പറയാനില്ല. കാരണം അവർക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ 2 പ്രാവശ്യം ഞാൻ തോറ്റത് ഈ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമ്മൾ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി പറയുകയുണ്ടായിരുന്നു കള്ളവോട്ടുകളെ കുറിച്ചിട്ട്, ഇടതുപക്ഷം എങ്ങനെയാണ് വോട്ടുകൾ സംഭരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട്, 4 ലക്ഷത്തിലധികം വോട്ടുകൾ എങ്ങനെയാണ് പിടിച്ചെടുക്കാൻ അവർ അതിനു വേണ്ടിയിട്ട് കള്ള വോട്ടുകൾ എങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് തെളിവുകളടക്കം അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അന്ന് ആരും അതിനെ സീരിയസ് ആയി എടുക്കുകയോ അല്ലെങ്കിൽ അതിനെ കാര്യമായി എടുക്കുകയോ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം 2021 90 സീറ്റുകൾക്ക് അല്ലെങ്കിൽ 99 സീറ്റുകളിലാണ് ഇടതുപക്ഷം ഭരണത്തിലെത്തുന്നത്. ഇതെന്ന് പറഞ്ഞാല് മുൻപ് ഈ ഇലക്ട്രോണിക് മാധ്യമങ്ങളില്ലല്ലോ. ഭരത് ഭൂഷണായിരുന്നു ഒരു ഒബ്സർവർ കൈനേരിയിലെ. അവരങ്ങോട്ടൊന്നും പോയിട്ട് പോലുമില്ല. പോയെങ്കിലും ഇങ്ങനെ വരത്തില്ലല്ലോ. പിന്നെ നമുക്ക് ഇലക്ഷൻ പ്രചരണം പറഞ്ഞ ഒരു സ്ഥലത്തൊരു മീറ്റിംഗ് നടത്താൻ സമ്മതിക്കത്തില്ല. അക്രമമാണ്, ആക്ഷേപമാണ്. എന്തെല്ലാം തരത്തിൽ കായികമായിട്ട് നേരിടുന്നില്ലെന്ന് ഒഴിയുള്ളൂ, ബാക്കിയെല്ലാം ചെയ്യുന്നു. ഇട്ട് ഓടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്. മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നോ? മാനസികമായിട്ടാണല്ലോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. പുറക്കാട് പഞ്ചായത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഇലക്ഷൻ്റെ പിന്നെ തലേ ദിവസം നമ്മൾ സൈലൻ്റ് വർക്കാണല്ലോ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 5-6 മണിയോളായി. 91 ഇലക്ഷൻ്റെ കാര്യമാണ്. അവിടെ ചെന്നപ്പോൾ കുറച്ച് പേര് ഞങ്ങളുടെ പുറകെ വന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോകാൻ സ്ഥലമില്ല. കാരണം വള്ളത്തിൽ വേണം അപ്പുറം ഇപ്പുറം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഒരു മണ്ണ് ഇറക്കേണ്ട ഒരു വള്ളക്കാരൻ ഞങ്ങളെ വിളിച്ച് ആ വള്ളത്തെ എന്നെ വിളിച്ച് കയറ്റി അപ്പുറം വിട്ടു. അല്ലെങ്കിൽ ഞങ്ങൾ കയറി വന്ന പാലം എല്ലാം വലിച്ചായിട്ട്. ഇത്തരം സംഭവങ്ങളാണ്. ഇത് അവർക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. ആ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. അവരുടെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എത്ര കള്ളവോട്ട് ചെയ്യാം, ഏതെല്ലാം ബൂത്തിൽ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാം, അവരെ സമ്മർദ്ദം ചെലുത്താം, ഭീഷണിപ്പെടുത്താം, ആ രീതിയിലുള്ള പരിപാടിയാണ്. ഇപ്പോൾ സുധാകരനാണെങ്കിലും അന്ന് മുതിർന്ന നേതാക്കളാണ് CPM അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തൊക്കെ ഒരു പേരെടുത്ത നേതാക്കളാണ്. അവരെയെല്ലാം തോൽപ്പിച്ച ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അത്രയും ആ ഒരു സാധ്യതകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഭീഷണികൾ നേരിടേണ്ടി വന്നത്. മനപ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ ജയിക്കാനുള്ള സീറ്റിൽ ജനങ്ങൾ തോൽപ്പിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ജനങ്ങളല്ലല്ലോ തോൽപ്പിച്ചത്. ജനങ്ങൾ പിന്നെ ബൂത്തിലേക്ക് ഏജൻറ്റ് ജയിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം നമ്മളേതെങ്കിലും ബൂത്ത് ചെന്ന് ചോദിക്കും, കോൺഗ്രസിൻ്റെ ബൂത്ത് ഏജൻ്റാണെന്ന് ചോദിച്ചാൽ, പോളിംഗ് ഏജൻറ്റ് ചോദിച്ചാൽ അവർ പറയും ഞാനാണ് പോളിംഗ് ഏജൻറ്റ്. അവർ CPM-കാരൻ അവിടുത്തെ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ പോളിംഗ് ഏജൻറ്റായിട്ട് മാറുക.
ചെല്ലുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഇവരാരാണ്, ഏത് പാർട്ടിയാണെന്ന് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഞാൻ കോൺഗ്രസിൻ്റെ, അവർ തന്നെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഏജന്റുമാരായിട്ട് ഇരിക്കുക. വരുന്നവരൊക്കെ മുൻപൊക്കെ ഈ സാരി മാറി ഒക്കെ നിറം ഒക്കെ കൊടുക്കും. ഇതങ്ങനെയല്ല, ഒറ്റ സാരിയും ഒറ്റ ഷർട്ടും മുണ്ടും ഇട്ട് തന്നെയാണ് ഈ പണിയൊക്കെ നടത്തുന്നത്. കാരണം അവർക്ക് ആർക്കും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ കയ്യിലാണ്. അത്തരത്തിലുള്ള അഴിമതിയാണ് നടന്നത്. പക്ഷെ അത് കോടതി ചെന്നിട്ട് പോലും നമുക്ക് നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ് 97 ഇലക്ഷൻ വാദം കഴിഞ്ഞു. രണ്ട് വാദം കഴിഞ്ഞ് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ KPCC ഇലക്ഷൻ, ഞാൻ ആ ഇലക്ഷനിൽ നിൽക്കുക. അപ്പോൾ ഈ എതിർ സ്ഥാനാർത്ഥി എൻ്റെ ചീഫ് എന്നോട് പറഞ്ഞു, ഒരു 2000 രൂപയും കൊണ്ട് പിന്നെ കോടതിക്ക് ഇന്ന് പോകാൻ പറയുന്നു പറഞ്ഞു നിങ്ങളുടെ നേതാവിനോട്. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, അപ്പോൾ പറഞ്ഞു സാറേ ഇന്ന് 2000 രൂപ കൊണ്ട് കോടതിക്ക് ചെല്ലാൻ പറഞ്ഞു, ഇന്ന് കേസിൻ്റെ വിധിയാണെന്ന് പറഞ്ഞു. 2 ദിവസമായുള്ള വാദം തീർന്നിട്ട് ഞാൻ ചെന്നപ്പോൾ അതുപോലെ തന്നെ 2000 രൂപ ഇലക്ഷൻ പിന്നെ പിഴയായിട്ട്, പിന്നെ ഈ ഒബ്സർവേഷന് 500 രൂപ വീതം, 2 പേരുണ്ട്, അവർക്ക് 500 രൂപ വീതം 3000 രൂപ കെട്ടിവെക്കേണ്ടി. അപ്പോൾ അതാണ് അവസ്ഥ. നമുക്കതാണ് ഒരു ബുദ്ധിമുട്ട്. വേറെ ജനം തോൽപ്പിച്ച ഒരു പ്രയാസമില്ല. ജനങ്ങൾ തോൽപ്പിക്കുന്നതല്ലല്ലോ. ഈ രീതിയിലുള്ള ജയം കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദം എല്ലാം ഉണ്ടായിട്ട് അവർ അനങ്ങുന്നില്ല. അവരുടെ മെയിൻ അജണ്ടയാണ്, സത്യം പറഞ്ഞാൽ കേരളത്തിൽ CPM-ന് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യവും ഇല്ല. കള്ളവോട്ടുകൾ കൊണ്ടാണ്. അത് തന്നെയാണ്. ഞാനിപ്പോൾ പിന്നെ നമ്മുടെ കോട്ടയം ഇലക്ഷന് പോയതാണ്. പിന്നെ അന്ന് കോട്ടയം ഇലക്ഷന് പിന്നെ നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥിയുടെ ആദ്യം നിന്ന മത്സരമാണ്. ഞങ്ങളവിടെ ചെന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഈ കൈനേരിയോട് തൊട്ട് കിടക്കുന്ന സ്ഥലമാണ്, സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. തച്ചരി പ്രഭാകരൻ സംസാരിച്ച യോഗത്തിൽ അവിടെ നിന്നോട്ട് 4 ദിവസം കൂടിയും ബഹളമായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ ഇലക്ഷൻ ഏജൻറ്റുമാരുടെ യോഗം നടക്കുന്ന ഒരു സ്ഥലത്ത്, ആ വീട്ടിൽ ചേട്ടൻ അനിയൻ പിന്നെ UDF, ചേട്ടൻ CPM. അങ്ങനെ വന്നപ്പോൾ അവിടെ ഭക്ഷണം ഏർപ്പാട് ചെയ്ത് ഇവരെല്ലാവരും കൂടെ വന്ന് ബഹളം ഉണ്ടാക്കി അവർ തല്ലും. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ ഞങ്ങളെ വണ്ടി ഇവരെ തടഞ്ഞു വെച്ചു. അപ്പം ഇങ്ങനെ ചില മേഖല അവർ ചില പോക്കറ്റുണ്ട്. ഇപ്പം മലബാർ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ല ജയിക്കുന്ന ഭൂരിപക്ഷം. ഇത് ഇരട്ടി. എൻ്റെ അനുഭവം പറയാം, ഈ 4 ഇലക്ഷനിലും ഞാൻ ക്ലീനായിട്ട് ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഏറ്റവും മിനിമം ഒരു 5000 വോട്ടിൻ്റെ എങ്കിലും മിനിമം ഭൂരിപക്ഷത്തോട് ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം 2 പ്രാവശ്യം തോൽപ്പിച്ചതും 2 പ്രാവശ്യം ഭൂരിപക്ഷം കുറച്ചതും ഇവരുടെ ഈ കളയോട്ടും ഈ സമ്മർദ്ദവും ഈ അക്രമവും കൊണ്ട് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ തന്നെയാണോ നേരിടുന്നത് എന്നാണോ തോന്നുന്നത്? ഇപ്പൊ ഇവിടുത്തെ അമ്പലപ്പുഴയിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ വീക്ഷിക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ, കാരണം ഇലക്ട്രോണിക് മാധ്യമങ്ങളൊക്കെ വന്നപ്പോൾ അവർക്ക് പഴയ പോലെ വന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളില്ലല്ലോ, അച്ചടി മാധ്യമങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ അവർക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. പഴയ പോലെ പിന്നെ വലിയ ആക്രമണം ഇല്ല. പക്ഷേ നേരത്തെ ഒന്ന് പറയും, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്, സൂക്ഷിച്ച് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ബഹളമൊക്കെ അതൊക്കെ പറയും. അതൊക്കെ ഇപ്പോഴും അവർ ഉപയോഗിക്കാറുണ്ട്. അവരുടെ തന്ത്രമാണത്. അല്ലാതെ സാധാരണ ഇപ്പോൾ എല്ലാവരും ഇലക്ഷന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും. ഇവരങ്ങനെയല്ല. ഏത് തരത്തിൽ അവർക്ക് അനുകൂലമാക്കി ഇലക്ഷൻ മാറ്റിയെടുക്കാം എന്നുള്ളൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിവാദം എല്ലാം ഉണ്ടായിട്ടും പലരും അഭിപ്രായം പറഞ്ഞിട്ടും, പിന്നെ ഇപ്പോൾ ബാലറ്റ് പേപ്പർ ആയിരുന്നല്ലോ ഒന്ന്, ഇന്നാളുടെ മെഷീൻ വന്നിരിക്കുന്നത്. ബാലറ്റ് പേപ്പറിലാണ് ഈ സംഭവമൊക്കെ നടന്നിരിക്കുന്നത്. ബാലറ്റ് പേപ്പർ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു വരണമെന്ന് ചില അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ബാലറ്റ് പേപ്പറിലേക്ക് വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിന്നെ വോട്ടിംഗ് നടക്കും, പെട്ടെന്ന് റിസൾട്ട് അറിയാവുന്ന ചില ഗുണം. മറ്റേത് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി 9, 10, 11 മണിയാകുമ്പോഴാണ് കൗണ്ടിങ് ഒരു അസംബ്ലി മണ്ഡലത്തിൽ തീർക്കുന്നത്. പക്ഷേ ബാലറ്റ് പേപ്പറായിരുന്ന അവസരത്തിൽ നടന്ന സംഭവമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇലക്ഷൻ പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ചുള്ളതല്ല, ബാലറ്റ് പേപ്പറിൽ നിന്ന് സമയത്ത് നടന്ന സംഭവങ്ങളാണ്. എല്ലാം അവരുടെ കയ്യിലാണ്. ആ പഞ്ചായത്തിലോ നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല, സ്ഥാനാർത്ഥിക്കും ചെല്ലാൻ പറ്റത്തില്ല, ഏജൻറ്റും ചെല്ലാൻ പറ്റത്തില്ല, ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അത് കാരണം നമ്മൾ മറ്റ് ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റ് ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുന്നപ്ര പഞ്ചായത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട്,
നമ്മൾ പുന്നപ്ര പഞ്ചായത്ത് തന്നെ ആ പഴയ സ്കൂട്ടർ ഫാക്ടറി ഉണ്ട് ഇവിടെ, അതിൻ്റെ കുറേ ഭാഗങ്ങളുണ്ട് അവിടെ ഉണ്ട്. അമ്പലപ്പുഴ പഞ്ചായത്തിലാണെങ്കിൽ ഈ അമ്പലപ്പുഴ പഞ്ചായത്തിൽ കിഴക്കൻ മേഖല കുറേയുണ്ട്. നെടുമുടിയിലെ ചില ഭാഗങ്ങൾ, ചില കോർണറുകളുണ്ട്. പക്ഷെ കൈനേരിയിലാണ് വ്യാപകമായിട്ട്. ഞാൻ 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 പിന്നെ ഒരു സ്ത്രീ തന്നെ, ഞങ്ങളിങ്ങനെ പ്രചരണത്തിന് പിന്നെ ബോട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കൈ കാണിച്ച് പോകുമല്ലോ, കൈ കാണിച്ച് പോകുമ്പോൾ അവർ കാണിക്കുന്ന വിക്രിയ എന്തൊക്കെയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും അവരെല്ലാവരും ഒന്ന് കൂവുമ്പോൾ വക്കം പുരുഷോത്തമൻ ആദ്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുവി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നയനാരെ വരെ മാപ്പ് പറയിപ്പിച്ചിട്ടുള്ളവനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ കൂടിയല്ലാതെ കുറഞ്ഞില്ല. ആ രീതിയിലുള്ള ഒരു 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 ഭയാനകമായ ഒരു ചിത്രമാണത്. കൈനഗിരി അന്ന് MLA ആയിരിക്കുന്ന സമയത്ത് കൈനഗിരി പഞ്ചായത്തിലേക്ക് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളം വേണ്ട എന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട്. കൈനഗിരിയിൽ ഇപ്പോൾ അന്ന് MP അംഗമായിരുന്നു പിന്നെ അന്നത്തെ പിന്നെ ജലസേന വകുപ്പ് മന്ത്രി. കൈനഗിരിക്കും നെടുമുടിക്കും കൂടി ഒരു പ്രോജക്റ്റ് ശുദ്ധജല വിതരണം. കാരണം ഈ ഞാൻ നിയമസഭയിൽ പറഞ്ഞു, വാട്ടർ എവരി നോട്ട് എ ഡ്രോപ്പ് ഡ്രിങ്ക് എന്ന് നിയമസഭയിൽ പല പ്രാവശ്യം അത് തന്നെ ശവം തള്ളി മാറ്റിയിട്ടാണ് കായലിൽ വെള്ളം എടുത്ത് കുടിക്കേണ്ട ഗതികേടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ കൈനഗിരിക്കും നെടുമുടിക്കും കൂടി ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. നെടുമുടിയിലെ പ്രോജക്റ്റ് ആ വർഷം തന്നെ പൂർത്തീകരിച്ച് അവരിന്നും വെള്ളം കുടിക്കുന്നുണ്ട്. കൈനഗിരിക്കാർക്ക് ഇന്നും ആ വെള്ളം കുടിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെന്നപ്പോൾ കൊണ്ടുവന്നിട്ട പൈപ്പ് മുഴുവൻ വെട്ടിയിട്ട് പിന്നെ പൈപ്പ് വലിക്കുമ്പോൾ ഒരു ചെറിയ തൈ ഇങ്ങനെ ചാഞ്ഞു കിടന്നു. അതിൻ്റെ തർക്കം തീർക്കാൻ 8 മാസം അവർ പിടിച്ചു. ഒരു പ്രാവശ്യം ഞാനവിടെ ഇത് ചെന്നപ്പോൾ കുറേ പ്രായമുള്ള അമ്മമാരെന്താ പറയുക, സാറ് കുറേ പൈപ്പ് കൊണ്ടിട്ടുണ്ട്, അതെല്ലാം എടുത്തിട്ട് പോകും സാറേ എന്ന് പറഞ്ഞു. അത് ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഇതുവരെ ഇപ്പം കഴിഞ്ഞ വരൾച്ചയ്ക്കുണ്ടല്ലോ, ഞങ്ങൾ 1-2 പേരോടെ ബോട്ടിൽ കൊണ്ടുപോയി കൈനഗിരിക്കാർക്ക് വെള്ളം കൊടുത്തു. അപ്പോൾ അവർക്ക് അന്ന് എന്നെ തടയാൻ വന്ന ചില ആൾക്കാർക്ക് ഉണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ഒരു ലഭ്യത. ഞാൻ പറയും സാരമില്ല, അതൊക്കെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പലതും ചെയ്തിട്ടുണ്ടല്ലോ, എന്നെ കൂടുതൽ സഹായിച്ചവരാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇതിൻ്റെ പിന്നെ ശുദ്ധജല വിതരണത്തിൻ്റെ ഒരു ഉദ്ഘാടനം വെച്ചു. LDF വന്നപ്പോൾ VJ തങ്കപ്പനായിരുന്നു അദ്ദേഹം, ബേബി സാറായിരുന്നു പിന്നെ ഈ ജലസേന വകുപ്പ് മന്ത്രി. ബേബി സാറിനെ പിന്നെ വിളിച്ചു, VJ തങ്കപ്പനെയും വിളിച്ചു. അപ്പോൾ എന്താ പറയുക, അധ്യക്ഷനായിട്ട് പിന്നെ MLA വരാതിരിക്കാനായിട്ട് എന്നോട് പറയുന്ന പോലും ഇല്ല. അതാണ് അവസാനം ബേബി സാർ ഇതറിഞ്ഞു. ബേബി സാർ വന്നില്ല, VJ തങ്കപ്പൻ വന്നു. ഞങ്ങളവിടെ ചെന്ന് പിന്നെ പരിപാടി ഞാൻ അധ്യക്ഷ പ്രസംഗമൊക്കെ നടത്തി. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടിൽ ഭക്ഷണം അറേഞ്ച് ചെയ്തു. കഴിക്കാനായിട്ട് പോയപ്പോഴേ ഈ മൈക്ക് സെറ്റുകാരൻ എൻ്റെ പ്രസംഗം പിന്നെ റീപ്ലേ ചെയ്തു. അയാളെ തല്ലിക്കായലിലിട്ടു. പറഞ്ഞ ആ രീതിയിലുള്ള നീച പ്രവർത്തനമാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ വളരെ മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ പഴയ കൈനഗിരിക്കാരൊക്കെ ഇപ്പോൾ പിന്നെ കൈനഗിരിയിലുള്ള ഈ സമാധാനകാംക്ഷയുള്ള എല്ലാവരും പിന്നെ ചങ്ങനാശ്ശേരിയിലും ആലപ്പുഴയൊക്കെ മാറി, ടൗണിലേക്ക് മാറി. പിന്നെ കുറച്ചുള്ളവർ അവർ ഈ കാർഷിക പരിഷ്കരണമൊക്കെ വന്നതിൻ്റെ ഫലമായിട്ട് കൃഷിഭൂമിയൊക്കെ അവരൊക്കെ കർഷകരായിട്ട് മാറി. പിന്നെ ഇപ്പോൾ ഈ ടൂറിസം പദ്ധതിയൊക്കെ വന്ന കാരണം അവിടെ പറഞ്ഞില്ലേ, ഒരു പൂഴിയിട്ട റോഡ് പോലും ഇല്ലായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് തോട്ടുവാർത്തല ഭാഗത്തേക്ക് ഒരു ടാറിട്ട റോഡ് വരുന്നത് ആദ്യമായിട്ട്. ശുദ്ധജല വിതരണ പദ്ധതി ഇതൊക്കെ. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ അവരുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുത്ത പരിപാടി അത് സമ്മതിക്കത്തില്ല അവർ. എന്തോ അവർ സമ്മതിച്ച് ഞാൻ പഞ്ചായത്ത് കമ്മിറ്റി പങ്കെടുത്ത് അവിടുന്ന് എല്ലാവരുടെ ഭക്ഷണം കഴിച്ച് ഞാനിങ്ങ് പോന്നു. പാർട്ടി അവരുടെ പേര് പിന്നെ വിശദീകരണം ചോദിച്ചു, എന്തിനാ എന്നെ പങ്കെടുപ്പിക്കണം പറഞ്ഞു. അതാണ് കൈനഗിരി. അപ്പോൾ അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചൊരു പ്രദേശമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെങ്ങും ഈ പിന്നെ അന്ന് NJ ശേഷൻ പറഞ്ഞതനുസരിച്ച് ഈ വോട്ട് കൗണ്ട് ചെയ്യാതെ മാറ്റിവെച്ചത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അത് കൈനഗിരി മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി ഇപ്പോഴും ആരും ഒന്നും പറയുന്നില്ല. ഇപ്പോഴും അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. 3 ബൂത്തിൽ വോട്ട് ഇപ്പോഴും കൗണ്ട് ചെയ്യാതെ മാറ്റി വെച്ചിരിക്കുക. കൗണ്ട് ചെയ്തു, പക്ഷേ എന്നെ കൂടെ കൂട്ടിയില്ല. കാരണം എബോ 90%. ധീവരസഭയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. അപ്പോൾ ഇടത് സർക്കാരിന്റെ ധീവരസഭയോടുള്ള ഒരു പെരുമാറ്റ രീതികൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 ടേമായാലും ഇവർ ഞങ്ങളൊരു നിവേദനം കൊടുത്താൽ ആ നിവേദനം ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിട്ടില്ല. ഒരു ഉദാഹരണം പറയാം.
ഞങ്ങൾ 86 കരുണാകരൻ സാർ ചെയ്യുന്ന അവസരത്തിൽ ക്രിപ്റ്റാർട്സിൻ്റെ, ഉം. അല്ലാതെ വെറും ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അല്ല, ക്രിപ്റ്റാർട്സിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ധീവര സമുദായത്തെ പട്ടികജാതിയിൽപ്പെടുത്താനായിട്ട് ശുപാർശ ചെയ്തു. 1986 ഒക്ടോബർ മാസം 9 ക്യാബിനറ്റാണ്. 14-ാം തീയതി അങ്ങോട്ടേക്ക് ഡൽഹിയിലേക്കും പോയി. 87 വന്ന ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പിന്നെ 87 വന്ന LDF ഗവൺമെൻറ്. അന്ന് ഞാൻ നിയമസഭയിലുണ്ട്. ഈ ഗവൺമെൻറ് നിയമസഭയിൽ പിന്നെ ഗവൺമെൻറ് വന്നതിന് ശേഷം അന്ന് PK രാഘവൻ മന്ത്രിയാണ്, വകുപ്പ് മന്ത്രി. ഇവർ പിന്നെ ഞാൻ പല പ്രാവശ്യം പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലും സബ്മിഷൻ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പൊതു താല്പര്യം പ്രമാണിച്ച് വെളിപ്പെടുത്താൻ നിർവാഹമില്ല എന്ന് മറുപടി ആയിട്ടുള്ളത്. അന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ 91 നിയമസഭ പിരിച്ചുവിട്ടു. പെട്ടെന്ന് ജയിക്കാമെന്നുള്ള ധാരണയിൽ 91 ജൂൺ മാസം 12-ാം തീയതി ഇലക്ഷൻ, 16-ാം തീയതി കൗണ്ടിങ് ആണ്. പക്ഷേ ജൂൺ മാസം 14-ാം തീയതി കൂടിയ കാവൽ മന്ത്രിസഭ ഞങ്ങളെ പട്ടികജാതിയിൽപ്പെടുത്താനുള്ള ശുപാർശ റദ്ദ് ചെയ്തുകൊണ്ട് 15-ാം തീയതി ഡൽഹിയിൽ കത്തെത്തിച്ചു. 16-ാം തീയതി ആയപ്പോൾ പുതിയ ഗവൺമെൻറ്റും വന്നു. ആ ഫയലും മാറ്റി കളഞ്ഞു. ആ അവസ്ഥയുണ്ടായി. പിന്നെ ഇപ്പോൾ 2014 മുതൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഞങ്ങൾ 3 പ്രാവശ്യം പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു. അപ്പോൾ അതിൽ പറഞ്ഞത് ഈ മണ്ഡൽ കമ്മീഷൻ ശുപാർശ ഉണ്ട്. പിന്നെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങളെ പട്ടികജാതിയിലോ പട്ടികവർഗത്തിലോ പെടുത്താമെന്നൊരു ശുപാർശ മണ്ഡൽ കമ്മീഷനിലുണ്ട്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്രം ഇപ്പോൾ തന്നെ നമ്മൾ 103-ാം ഭരണഘടനാ ഭേദഗതി 10% EWS കൊടുത്തില്ലേ, അതുപോലെ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേന്ദ്രത്തിന്. പക്ഷേ കേന്ദ്രം എന്ത് ചെയ്യുന്നറിയാമോ, അത് ഇവരുടെ അഭിപ്രായത്തിന് അയച്ചു. 3 പ്രാവശ്യവും അവർ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തള്ളി. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2024 പിന്നെ ജനുവരി മാസം PM തൃശ്ശൂർ വന്ന അവസ്ഥ ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് നിവേദനം കൊടുത്തു. അപ്പം അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ കൊടുത്ത് ഉണ്ടായിരുന്ന ആനുകൂല്യം, ഒരു പുതിയ ആനുകൂല്യമല്ല, ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ നിയമനം വന്നു. ദേവസ്വം ബോർഡിൽ നിയമനം വന്നപ്പോൾ അഹിന്ദുക്കൾക്കുള്ള 18% ഉണ്ടായിരുന്നു. ആ 18% എടുത്തിട്ട് 10% EWSന് കൊടുത്തു. EWS ജനറൽ സീറ്റിനാണ് കൊടുക്കേണ്ടത്, സംവരണ സീറ്റല്ല കൊടുക്കേണ്ടത്. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് കൊടുത്തു. 8%, 3% ഇഴവ, 2% SC ST, 3% ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അതിലെ ഞങ്ങൾ വിശ്വകർമ്മ, നാടാർ ഈ സമുദായങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ 1% ഉണ്ട്, വിശ്വകർമ്മ 3% സംവരണമുണ്ട്, ഞങ്ങൾക്ക് തന്നില്ല. ഈ 3 സമുദായങ്ങൾ ഇതിനെപ്പറ്റി നിവേദനം കൊടുത്തിട്ട് പറഞ്ഞത് നിർവാഹമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ക്രീമി ലെയറിൽ നിന്ന് അത് മണ്ഡൽ കമ്മീഷൻ ശുപാർശയിൽ ഒരു ശുപാർശയുണ്ട്. ഓക്കുപേഷണൽ കമ്മ്യൂണിറ്റീസ് ആർ ടു ബി എക്സ്ക്ലൂഡഡ് ഫ്രം ക്രീമി ലെയർ ഉണ്ട്. അപ്പോൾ ആ ശുപാർശ വെച്ച് ഞങ്ങൾ ഇവിടെ ക്രീമി ലെയർ കേരളത്തിൽ തീരുമാനിക്കാൻ വന്നത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ല. കാരണം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമാണ് എൻ്റെ മാനദണ്ഡത്തെ പറ്റി. അപ്പോൾ സുപ്രീം കോടതിയാണ് ജസ്റ്റിസ് ജോസഫ് കമ്മീഷൻ വെച്ചത്. ആ ജോസഫ് കമ്മീഷൻ വന്നപ്പോൾ പിന്നെ നമ്മൾ തെളിവ് കൊടുത്തു. അപ്പോൾ ഫിഷർമെൻ ഓക്കുപേഷണൽ കമ്മ്യൂണിറ്റീസ്, ഫിഷർമെൻ കമ്മ്യൂണിറ്റീസ്, അപ്പോൾ തീവ്രയുണ്ട്, ലാറ്റിൻ മുക്കുവയുണ്ട്, ലാറ്റിൻ അഞ്ഞൂറ്റിക്കാരുണ്ട്, മെയിനായിട്ടുള്ള ഓക്കുപേഷണൽ കമ്മ്യൂണിറ്റീസ്. പിന്നെ മലബാർ മേഖലയിലുള്ള ഡിസ്റ്റിങ് സെക്ഷൻസ് ഓഫ് ഫിഷർമെൻ ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് അതിനകത്ത് പറഞ്ഞത്. അത് വെച്ചാണ് ഞങ്ങൾ പിന്നെ കേന്ദ്രത്തിൽ കൊടുത്തത്. അപ്പോൾ കേന്ദ്രം ഒരു കാരണവശാലും സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം ആരായേണ്ട ആവശ്യമില്ല. പക്ഷേ വകുപ്പ് മന്ത്രി ഇങ്ങോട്ടേക്ക് അയച്ചു. അത് PM-നെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇപ്പോൾ അത് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അപ്പോൾ ആ ക്രീമി ലെയർ ബാധകമല്ല എന്നൊരു ഓർഡർ വന്നു. ഉദ്യോഗ നിയമനത്തിന് ക്രീമി ലെയർ ബാധകമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രവേശനത്തിന് ക്രീമി ലെയർ ബാധകമാക്കി. 8 ലക്ഷം രൂപ വരുമാനം എഴുതി വെച്ചിരിക്കുക. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ ഉദ്യോഗം കിട്ടത്തുള്ളൂ. അത് കിട്ടാത്തൊരവസ്ഥ. ഞങ്ങളത് നിവേദനം കൊടുത്തു. മുഖ്യമന്ത്രി നേരിട്ടുണ്ട് നിവേദനം കൊടുത്തു. അവർ പറഞ്ഞ് നിർവാഹമില്ലെന്ന് പറഞ്ഞു. പിന്നൊന്ന്, ഞങ്ങൾക്കൊരു കോളേജ് അനുവദിച്ചു. ഞങ്ങൾക്കിപ്പോൾ തീവ്ര കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച്, തീവ്രസഭയ്ക്ക് പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ല. ഞങ്ങളുടെ കരയോഗങ്ങൾക്ക് 2-3 പ്രൈമറി ഹൈസ്കൂള് അല്ലേ ഉള്ളൂ. ഇവിടെ അമ്പലപ്പുഴയിൽ ശ്രീ വേദവ്യാസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇനി സാങ്ഷൻ കിട്ടി. അപ്പോൾ അതിനുശേഷം ഇലക്ഷൻ വന്നപ്പോൾ ഇവരാണ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ സ്ഥലം കൂടെ തരണമെന്നും പറഞ്ഞ് അമ്പലപ്പുഴയിൽ തന്നെ സ്ഥലമൊക്കെ ചൂണ്ടിക്കാണിച്ച് നിവേദനം കൊടുത്തു. കളക്ടർ റിപ്പോർട്ട് പിന്നെ ലാൻഡ് കമ്മീഷണറുടെ കയ്യിലിരിക്കുമ്പോഴാണ് ഇലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞു.
ഇലക്ഷൻ എന്നപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന 2016 മെയ് മാസം 19 സത്യപ്രതിജ്ഞ ചെയ്യുന്ന 27 ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയെ കാണുന്നു. ഈ ഓർഡറിൻ്റെ കോപ്പിയായിട്ട് ഞങ്ങൾക്ക് ആകെ അനുവദിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അത് തുറന്ന് അനുവദിക്കാൻ ഉള്ള സൗകര്യം ചെയ്താണ്, ഭൂമി അനുവദിക്കുന്നുണ്ടൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടിട്ട് അവസാനം ഭൂമി അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കത്ത് വന്നു. 2020 ആയപ്പോൾ ആ സാങ്ഷൻ തന്നെ റദ്ദാക്കി. ഇങ്ങനെ ചെയ്യാവുന്ന ഏതെല്ലാം തരത്തിലുള്ള ദ്രോഹങ്ങൾ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, പുതിയൊരു ആനുകൂല്യം ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ മുഖ്യമന്ത്രി ഒന്ന് കണ്ട് സംസാരിക്കാനായിട്ട് ഞങ്ങൾ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന നിയമസഭയിൽ കോടിയേരിയോട് പറഞ്ഞു, കാനൻ രാജേന്ദ്രൻ ഞങ്ങൾ CPIയിൽ ഇപ്പോൾ രണ്ടുപേരോടും പറഞ്ഞു, പിന്നെ നമ്മുടെ സജി ചെറിയാൻ ഇപ്പോൾ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് പിന്നെ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം കത്തൊക്കെ കൊടുത്തു, പക്ഷേ അനുവാദം കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു തിരുവനന്തപുരത്ത് നിന്നല്ലോ, ഞാൻ ഈ കാര്യം അവിടെ പറഞ്ഞു. ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പിന്നെ ജോയി ഉണ്ടായിരുന്നു, പിന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി മാങ്കൂട്ട് രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ BJPയുടെ സോമൻ ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ശക്തനാടായിരുന്നു. ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവർക്ക് മറ്റൊന്നും പറയാനില്ല. അവർ ഉടനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കത്ത് തരികയാണെങ്കിൽ 2 മാസത്തിനകം ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. 10-ാം തീയതിയാണ് പറയുന്നത്. ഞാൻ 11-ാം തീയതി തന്നെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിൻ്റെ കോപ്പിയെല്ലാം എടുത്ത് ഒരു ലെറ്ററുമായിട്ട് ഞങ്ങളുടെ പിന്നെ പൂന്തറ ശിവകുമാർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, BJP സംസ്ഥാന സെക്രട്ടറി, ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റാണ്, അദ്ദേഹം കൊടുത്തു. എന്നെ വിളിച്ച് ചോദിച്ചോ പറഞ്ഞ് കത്ത് കൊണ്ട് അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഇതാണ് ഇതുവരെ പലരും ശുപാർശ ചെയ്തു, അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനമാണ് കാണുക. കാരണം പ്രതികാര ബുദ്ധി എന്ന് പറയാൻ കാരണം ഇവർ കാണിക്കുന്ന ഈ യുക്തി ഞങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ രക്തസാക്ഷിയല്ലേ, വേറെ ആൾ പറഞ്ഞു കേട്ടതല്ലല്ലോ, ഞാൻ അനുഭവസ്ഥനല്ലേ. ആ ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അത്ര പ്രതികാര ബുദ്ധിയോടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇപ്പോൾ തോട്ടപ്പള്ളി കരിമണൽ ഖനനം നടക്കുന്നു. എൻ്റെ 17-ാം തീയതി കുട്ടനാടൻ കർഷകർ എന്നെ വിളിച്ചിരിക്കുകയോ സമരത്തിൽ വന്ന് അഭിവാദ്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവർ സമരം നടത്തുക. ഇവർ പറഞ്ഞു തന്നാൽ കുട്ടനാടൻ കാർഷിക മേഖലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കരിമണൽ ഖനനം എന്ന് പറഞ്ഞു, ഉപ്പുവെള്ളം കയറും തടയാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കുഴിച്ചു വന്നപ്പോൾ പിന്നെ സമുദ്രനിരപ്പ് ഉയർന്നു വരിക, വെള്ളം മുഴുവൻ കുട്ടനാട്ടിൽ കയറി കുട്ടനാട്ടിലെ കൃഷി മുഴുവൻ നശിച്ച് അവസാനം അവരിപ്പോൾ 17-ാം തീയതി ഒരു സമരം നടന്നു. 17-ാം തീയതി ഇപ്പോൾ ഞങ്ങളുമായിട്ട് ഒന്നിച്ച് സമരം കരിമണൽ ഖനനം നിർത്തിവെക്കണം, പക്ഷെ അവർ നിർത്തുന്നില്ല. ഈയിടെ പിന്നെ ഫിഷറീസ് മന്ത്രി തന്നെ പറഞ്ഞു, ഫ്രാൻസ് വെച്ചൊരു ആഗോള തരത്തിൽ പിന്നെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് 29% ഉള്ളു സമുദ്രഭാഗം, ബാക്കി 71% അല്ല, ഈ കരഭാഗം 71% ജലമാണ്, സമുദ്രവും ജലവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് സമയവും വൻ നഗരങ്ങൾ വരെ ജലത്തിലേക്ക് ആണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്, സമുദ്രനിരപ്പ് ഉയർന്നു വരികയാണ്. അതുകൊണ്ട് സമുദ്രത്തിന് ആഘാതം ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കരിമണൽ ഖനനം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അങ്ങനെ ഫിഷറീസ് മന്ത്രി ചോദിച്ചു, അങ്ങനെ കരിമണൽ ഖനനം നടത്താൻ പാടില്ലല്ലോ, അത് ഞങ്ങൾ ഖനനമല്ലല്ലോ, ഞങ്ങൾ മണ്ണ് വാരിയെടുക്കുകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയാം, വരുന്ന വഴിക്ക് പിന്നെ KMMLൻ്റെ മതിൽക്കെട്ടിനുള്ളിൽ പിന്നെ ഈ ഭാഗത്തുള്ള മണ്ണ് മുഴുവൻ കൊണ്ടുപോകുന്ന കാരണം ഒരു 100-150 വീടുകൾ പോയിട്ടുണ്ട് കടലിൽ. അപ്പം അങ്ങനെയുള്ള ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ ആ ദ്രോഹമെല്ലാം ചെയ്യുന്നുണ്ട്. പാർട്ടിക്കുള്ളിലുള്ളവർ തന്നെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്താവുന്ന ഒരു സാഹചര്യമാണ്. അവർക്കാർക്കും മിണ്ടാൻ പറ്റത്തില്ല. അവരുടെ പാർട്ടിയുടെ സംവിധാനം ഇതാണല്ലോ, ആർക്കും പറയാൻ പറ്റത്തില്ല. സുധാകരന്റെ അവസ്ഥ തന്നെ നമ്മൾ കാണുന്നുണ്ട്. സുധാകരനതേ അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ, ഇദ്ദേഹം ഞങ്ങളുടെ MLAയും മന്ത്രിയുമായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞത് പിന്നെ ഞങ്ങൾ മണൽ വാരുകയാണ്. EP ജയരാജൻ പറഞ്ഞത് പിന്നെ രാത്രി സ്ത്രീകൾ മണ്ണ് മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നു, അങ്ങനെ വരെ പറഞ്ഞു. ദൈവം വലിയവനാണെന്ന് പറഞ്ഞ പോലെ EP ജയരാജൻ ഔട്ടായി. ഒരു ചർച്ചയ്ക്ക് പോലും ഞങ്ങൾ പിന്നെ ഈശ്വരനോട് പറഞ്ഞു, ഒരു ചർച്ചയ്ക്ക് ഒരു അവസരം തരും, തന്നില്ല. ഒരു കളക്ടർ വെച്ചു. ആ കളക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പോൾ വേറെ റിട്ടയർ ചെയ്തിട്ടും വേറെ സ്ഥാനവും കൊടുത്തു, അലക്സാണ്ടർ എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെയാണ് അന്വേഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയിരിക്കും? കോടതി ചെന്നപ്പോൾ പറഞ്ഞത് ഇവർക്ക് മൈനിങ് ലൈസൻസ് ഇല്ല,
അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ലൈസൻസ്, ഈ രണ്ടും ഇല്ലാതെയാണ് ഇവർ ഈ ഖനനം എല്ലാം നടത്തുന്നത്. എന്നിട്ട് പോലും കോടതിയിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ദ്രോഹിക്കാവുന്നതിൻ്റെ പരമാവധി മത്സ്യബന്ധന മേഖലയിലെന്ന് പറഞ്ഞാൽ മുൻപ് ഈ കടലെന്നും കായലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ ഫാക്ടറിയാണെന്നാണ് മത്സ്യത്തൊഴിലാളി പറയുന്നത്. ഞങ്ങളുടെ അമ്മയാണ് കടലെന്നൊക്കെ പറയാം. ഇപ്പോൾ കടലിലും കായലിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ അനുമതി വേണം. ആ രീതി എല്ലാം തടഞ്ഞിരിക്കുക. മത്സ്യകൃഷിക്കാർ അങ്ങനെ, ഈ ഈ ഈ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമോ? ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഒരു കാരണം അത് ഉണ്ടായ കേരളത്തിൻ്റെ നാശമായി. 6 ലക്ഷം കോടി രൂപ കടമാണ്. 1,57,000 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി പിന്നെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 4.71 ലക്ഷം കോടിയെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു. പക്ഷേ കിഫ്ബിയുടെ വായ്പ, പെൻഷൻ ബോർഡിൻ്റെ വായ്പ, കടപ്പത്രങ്ങൾ, കോൺട്രാക്ടർമാർക്ക്, നെൽകർഷകർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക്, പെൻഷൻകാർക്ക് ഇവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ ബാധ്യത ഉണ്ട്. ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ള സംസ്ഥാനം കേരളമാണ്. 1.9 ഉള്ളു പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ. ഇവിടെ 6.something ആണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ള സംസ്ഥാനം കേരളമാണ്. അതുപോലെ വിലക്കയറ്റം 1ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനവും കേരളം തന്നെ. പിന്നെ എങ്ങനെ ഇവർ ഈ പറഞ്ഞ പോലെ കിറ്റ് കൊടുക്കുക, താൽക്കാലിക ജനങ്ങളെ പാവം പിടിച്ച ജനങ്ങളാണ്. ഇപ്പോൾ പെൻഷൻ കൊടുക്കാതിരുന്നിട്ട് പിന്നെ സമയമാകുമ്പോൾ ഒരു ഇലക്ഷൻ വരണം പെൻഷൻ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓണം വരണം, അല്ലെങ്കിൽ ക്രിസ്മസ് വരണം. ഇപ്പോൾ അതനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു വീട്ടിൽ 2-3 പേർക്ക് പെൻഷൻ കിട്ടുന്നിരിക്കും. ആ പെൻഷൻ കിട്ടുന്ന അവസരത്തിൽ അവർക്ക് അത് കിട്ടുമ്പോൾ അവർക്ക് വലിയ തുകയാണ്. അപ്പോൾ ഇത് പിണറായി സർക്കാർ തന്നു. ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പിക്കലല്ലാതെ ശരിയായ ജനാധിപത്യ മാർഗത്തിലൂടെ പിന്നെ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. നന്ദി. ശരി.